മാത്സ് പരീക്ഷയ്ക്ക് വേണ്ടി അവസാന തയ്യാറെടുപ്പ് നടത്തുന്ന +1 വിദ്യാർത്ഥികൾക്കും +1-ൽ ഫുൾ മാർക്കിന് ശ്രമിക്കുന്ന +2 വിദ്യാർത്ഥികൾക്കും ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 6 പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ്. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട വേർഡ്സായ അലഹബാദ്, മലയാളം, മാത്തമാറ്റിക്സ്, ഇൻ്റർനെറ്റ്, ഗൂഗിൾ, യാഹൂ, പെർമ്യൂട്ടേഷൻ ഇങ്ങനെ കാലിക പ്രസക്തമായ വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റുകളും അതുപോലെ തന്നെ മറ്റു പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഹൗ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഡ്രോൺ യൂസിങ് 20 നോൺ കൊളീനിയർ പോയിൻറ്റ്സ്? നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ 3 പോയിൻറ്റുകളാണ് വേണ്ടത്. ആ 3 പോയിൻറ്റുകളും നോൺ കൊളീനിയർ ആയിരിക്കുകയും വേണം. ഒരു ട്രയാങ്കിളിന് 3 പോയിൻ്റ് വേണം എന്നുള്ളത് കൊണ്ട് 20 നോൺ കൊളീനിയർ പോയിൻ്റ് ഉപയോഗിച്ച് നമുക്ക് 20C3 വിധത്തിൽ ട്രയാങ്കിളിൻ്റെ എണ്ണം കണ്ടെത്താം. അതായത് 20C3 = 20 × 19 × 18/1 × 2 × 3. ഇതേ രീതിയിൽ മറ്റൊരു ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇൻ എ ചിൽഡ്രൻ celebration, each child gives gift to others. Find the number of gift arranged if 20 children involved in the celebration. ആകെ 20 കുട്ടികളാണ് സെലിബ്രേഷനിൽ പങ്കെടുക്കുന്നത്. അവർ ഗിഫ്റ്റ് കൈമാറുന്നു എന്ന് പറഞ്ഞാൽ പരസ്പരം കൈമാറുകയല്ല. അതായത് എ എന്ന കുട്ടി ബിക്ക് കൈമാറുന്നു, ബി എന്ന കുട്ടി സിക്ക് കൈമാറുന്നു. ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ്, ഇൻ്റർചേഞ്ച് ചെയ്യുകയല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ പെർമ്യൂട്ടേഷനാണ് ഉപയോഗിക്കേണ്ടത്. 20p2. ദെൻ ഇതുപോലെയുള്ള മറ്റൊരു ചോദ്യം. ഇൻ എ ഓഫീസ് പാർട്ടി 15 മെമ്പേഴ്സ് ആർ ദർ. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഹാൻഡ് ഷേക്സ് ഇഫ് എവരി മെമ്പർ ഹാൻഡ് ഷേക്സ് ടു എവരി അതർ. ഇവിടെ പരസ്പരം കൈമാറുകയാണ്. അതായത് ഷെയ്ക്കൻഡ്, എ എന്ന വ്യക്തി ബിക്ക് ഷെയ്ക്കൻഡ് കൊടുക്കുമ്പോൾ തിരിച്ച് അതേസമയം തന്നെ ബി എന്ന വ്യക്തി എക്ക് ഷെയ്ക്കൻഡ് കൊടുത്തതായി പരിഗണിക്കുന്നു. എയിൽ നിന്ന് ബിയിലേക്കുള്ളൊരു ലൈൻ വരയ്ക്കുമ്പോൾ ആ ലൈൻ വരയ്ക്കുമ്പോൾ തന്നെ ബിയിൽ നിന്ന് എയിലേക്കും ഒരു ലൈൻ വരയ്ക്കുന്നു എന്നർത്ഥം. അതായത് എ ബി എന്ന ലൈനും ബി എ എന്ന ലൈനും യുണീക്കാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പിനേഷനാണ് ഉപയോഗിക്കേണ്ടത്. അതായത് 15C2. ഇത് രണ്ടും ഒന്നിച്ച് കാണിക്കുന്നത് രണ്ടിൻ്റെയും വ്യത്യാസം തിരിച്ചറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. ദെൻ നാലാമത്തെ ചോദ്യം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദ ലെറ്റേഴ്സ് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. അലഹബാദ്, മാത്തമാറ്റിക്സ്, മലയാളം, പെർമ്യൂട്ടേഷൻസ്, ഇൻ്റർനെറ്റ്, ഗൂഗിൾ, യാഹൂ ഇങ്ങനെ കാലിക പ്രസക്തമായ ചില വാക്കുകൾ, അതിൻ്റെ അറേഞ്ച്മെൻ്റാണ് ഇവിടെ പരിശോധിക്കുന്നത്. അലഹബാദ്. നമുക്കറിയാം, അലഹബാദ് എന്ന വാക്കിൽ 9 ലെറ്റേഴ്സാണുള്ളത്. അതിൽ എ എന്നത് 4 തവണ, എൽ എന്നുള്ളത് 2 തവണ, എച്ച്, ബി, ഡി എന്നിവ ഓരോ തവണയും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് = 9 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ആൻസർ. ദെൻ അടുത്ത വാക്ക് മാത്തമാറ്റിക്സ്. ഹിയർ ദർ ആർ 11 ലെറ്റേഴ്സ്. അതിൽ ആവർത്തിക്കുന്നത് MAT. ഇതും 3ഉം 2 തവണ വീതം ആവർത്തിക്കുന്നു. ബാക്കി എല്ലാ ലെറ്റേഴ്സും ഒരു തവണ മാത്രമേ ഉള്ളൂ. ദെർഫോർ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് = 11 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. ആവർത്തിക്കുന്ന ലെറ്ററുകളെ ഡിവൈഡ് ചെയ്യുന്നു, അതിൻ്റെ ഫാക്ടോറിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദെൻ അടുത്ത വാക്ക് മലയാളം. മലയാളം എന്ന വാക്കിൽ 9 ലെറ്ററാണുള്ളത്. അതിൽ ആവർത്തിക്കുന്നത് M, അതുപോലെ L 2 തവണ വീതവും A എന്നത് 4 തവണയും ആവർത്തിക്കുന്നു. ബാക്കി ഇതിനു പുറമെ Y എന്നൊരു ലെറ്റർ കൂടിയാണ് ഉള്ളത്. ദെർഫോർ അറേഞ്ച്മെൻറ്റ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ് = 9 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. അടുത്ത ലെറ്റർ പെർമ്യൂട്ടേഷൻസ്. പെർമ്യൂട്ടേഷനിലാകെ 12 ലെറ്ററാണുള്ളത്. അതിലാകെ T മാത്രമേ ആവർത്തിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഒരു തവണ മാത്രമാണ്.
Therefore, number of arrangement equal to 12 factorial by 2 factorial. Then അടുത്ത letter internet. There are 8 letters N, T, E. ഇവ ഓരോന്നും 2 തവണ വീതം ആവർത്തിക്കുന്നു. Therefore, number of arrangement equal to 8 factorial by 2 factorial, 2 factorial, 2 factorial. Then അടുത്ത letter Google. There are 6 letters. അതിൽ G, O രണ്ടും ഓരോ തവണ ആവർത്തിക്കുന്നു. എന്ന് പറഞ്ഞാൽ G 2 times, O 2 times. Number of arrangement equal to 6 factorial by 2 factorial, 2 factorial. Next, Yahoo. There are 5 letters of which O repeats 2 times. Number of arrangement 5 factorial by 2 factorial. ഇങ്ങനെ പ്രധാന ലെറ്ററുകൾ എങ്ങനെയാണ് ആവർത്തിക്കേണ്ടത്? Find the number of permutations of the letters of these words. Then അഞ്ചാമത്തെ question, consider the word internet. Find the number of permutations if not two vowels come together. ഇതിൽ വവൽസ് അടുത്ത് വരരുത്. ഇവിടെ നമുക്കറിയാം ആകെ കൺസോണൻ്റ് ആയിട്ട് 5 എണ്ണവും വവൽസ് ആയിട്ട് 3 എണ്ണവുമാണ് ഉള്ളത്. അതിൽ തന്നെ ആവർത്തിക്കുന്നതാണ്. വവൽസിൽ 2 ഇ 1 ഐ ആണ്, അത് ആവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ ആവർത്തിക്കുന്നുണ്ട്, ടി ആവർത്തിക്കുന്നുണ്ട്. 5 എണ്ണത്തിൽ 2 എണ്ണം 2 വീതം ആവർത്തിക്കുന്നു. വവൽസിലുള്ള 3 എണ്ണത്തിൽ 2 എണ്ണവും ആവർത്തിക്കുന്നു. നമുക്കറിയാം ഇവിടെ നിബന്ധന ഉള്ളത് വവൽസിനാണ്. വവൽസ് എണ്ണം കുറവുമാണ്. ഏറ്റവും കൂടുതൽ എണ്ണം ഏതാണോ അതാണ് നാം ആദ്യം അറേഞ്ച് ചെയ്യേണ്ടത്. കാരണം ഇവിടെ അറേഞ്ച് ചെയ്യൽ മാത്രമല്ല, മാക്സിമം നമ്പർ ഓഫ് അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ ആകെയുള്ള കൺസോണൻ്റ് 5 എണ്ണമാണ്. ഈ 5 എണ്ണത്തിൽ എന്നും ടിയും 2 തവണ ആവർത്തിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കൺസോണൻ്റ് നമ്മൾ ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് ആകെയുള്ള 5 എണ്ണാണുള്ളത്. അതുകൊണ്ട് 5 ഫാക്ടോറിയൽ വേസ്. ഇനി ബാക്കി വരുന്ന 3 വവൽസിനെ നാം അറേഞ്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് ഓർ ലാസ്റ്റ് ഓർ ഇൻ ബിറ്റ്വീൻ 2 കൺസോണൻറ്റ്. അതായത് ഈ പറയുന്ന വിധം ഫസ്റ്റിൽ 2 എണ്ണത്തിൻ്റെയും ഇടയിൽ ആൻഡ് അവസാനം. അതായത് വി എന്നുള്ളതാണ് ഇവിടെ വവൽസ് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഇതിൽ അറേഞ്ച്മെൻ്റ് ആണെങ്കിൽ നമുക്കറിയാം സി എന്നുള്ളത് 5 ഫാക്ടോറിയൽ വേസ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. അത് വരാൻ കാരണം എന്നും ടിയും 2 തവണ വീതം ആവർത്തിക്കുന്നു. കൂടാതെ ഇനി ബാക്കി വരുന്ന വവൽസ് 6 പൊസിഷനാണ് അറേഞ്ച് ചെയ്യാനുള്ളത്. അതിന് 3 ലെറ്ററേ ഉള്ളൂ. അതുകൊണ്ട് 6p3 അതിൻ്റെ കൂടെ 2 തവണ ആവർത്തിക്കുന്നു. അതുകൊണ്ട് ബൈ 2 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ദാൽ വി ഗെറ്റ് ദ റിക്വയർഡ് ആൻസർ. ദെൻ ആറാമത്തെ ചോദ്യം, കൺസിഡർ ദ ഡിജിറ്റ്സ് 3, 4, 5, 6, 7. ഈ 5 ലെറ്റർ ഉപയോഗിച്ചാണ് അറേഞ്ച്മെൻറ്റ്. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് ബിറ്റ്വീൻ 3000 ആൻഡ് 4000. ഇങ്ങനെ 4 ചോദ്യങ്ങളാണ് ഈ സെറ്റിലുള്ളത്. ആദ്യമായിട്ട് നമുക്ക് നമ്പേഴ്സ് ഡിജിറ്റ്സ് 3, 4, 5, 6, 7. അതായത് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ്. പ്രത്യേകിച്ച് നിബന്ധനകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആകെ 5 ഡിജിറ്റ് ഉണ്ട്. തന്നിരിക്കുന്നത് 5 നമ്പേഴ്സ് ഉണ്ട്. അതിൽ തന്നെ 4 എണ്ണമേ വേണ്ടൂ. അതുകൊണ്ട് നമുക്കറിയാം 5p4 എന്ന് പറഞ്ഞാൽ 120 നമ്പേഴ്സ്. ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്പർ ഓഫ് ഓഡ് ഡിജിറ്റ് നമ്പേഴ്സ്. നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഓഡ് നമ്പേഴ്സ്. നമുക്കറിയാം ഓഡ് നമ്പർ വരണമെങ്കിൽ വൺസിൻ്റെ പ്ലേസിൽ 3, 5, 7 3 വിധത്തിലാണ് വരാനുള്ളത്. ഈ 3 എണ്ണത്തിൽ ഒരെണ്ണം ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന 4 ഡിജിറ്റും ഉണ്ട്. അതുപോലെ തന്നെ 3 പ്ലേസും ഉണ്ട്. അതുകൊണ്ട് 4p3 ഇൻറ്റു 3. അതുകൊണ്ട് 24 ഇൻറ്റു 3 72 നമ്പേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് 4p3 ഇൻറ്റു 3 വരാൻ കാരണം 3 നമ്പേഴ്സാണ് ഇവിടെ വൺസിൻ്റെ പ്ലേസിൽ 3, 5, 7 വരുമ്പോൾ മാത്രമേ ഓഡ് വരുന്നുള്ളൂ. അതിൽ ഒരെണ്ണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്ന 4 എണ്ണവും 3
പൊസിഷൻസുമാണുള്ളത്. അതുകൊണ്ട് 4p3 ഇൻറ്റു 2. ഇനി അടുത്ത ചോദ്യം വരുന്നത് നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സാണ്. ഈവൺ നമ്പേഴ്സ് 4ഉം 6ഉം മാത്രമേ വൺസിൻ്റെ പ്ലേസിൽ വരാൻ സാധിക്കൂ. അതുകൊണ്ട് 4p3 ഇൻറ്റു 2 ആയിരിക്കും നമ്പർ ഓഫ് 4 ഡിജിറ്റ് ഈവൺ നമ്പേഴ്സ്. ടോട്ടൽ 48. ഇവിടെ 3, 4, 5, 6, 7 ഈ 5 ഡിജിറ്റാണുള്ളത്. അതുകൊണ്ട് നമ്പർ ഓഫ് ഈവൺ നമ്പേഴ്സും നമ്പർ ഓഫ് ഓഡ് നമ്പേഴ്സും കൂടി കൂട്ടിയാൽ ആദ്യത്തെ ആൻസറായ 120 ലഭിക്കുകയും ചെയ്യും. 72 plus 48 equal to 120. Then next, number of 4 digit numbers between 3000 and 4000. അതിനുവേണ്ടി നാം ഇവിടെ കാണുന്നത് ഫസ്റ്റ് പൊസിഷനിൽ 3ൽ തുടങ്ങുന്ന നമ്പർ കണ്ടാൽ മതി. അതായത് നമ്പർ ഓഫ് 4 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 3. അതായത് ഇവിടെ ഫസ്റ്റ് പ്ലേസിൽ 3, ബാക്കി വരുന്ന 4 പ്ലേസ് ഉള്ളതിൽ 3 പ്ലേസ് മാത്രമേ ഇനി ഫില്ല് ചെയ്യാനുള്ളൂ. അതിന് 4 ഡിജിറ്റ് ഉണ്ട്. 3 പ്ലേസ് ഫില്ല് ചെയ്യാൻ 4 ഡിജിറ്റ്. അതുകൊണ്ട് 4p3 ഇൻറ്റു 1 എന്ന് പറയാം. ഇപ്പോൾ ടോട്ടൽ 24. അതായത് 3000-നും 4000-നും ഇടയിൽ 24 നമ്പേഴ്സാണ് ആകെ ഉണ്ടായിരിക്കുക. അടുത്ത വീഡിയോയിൽ സീക്വൻസസ് ആൻഡ് സീരീസ്, അത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതുപയോഗിച്ചും ധാരാളം ചോദ്യങ്ങൾ, നല്ല ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.